ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റർകാശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്റർകാശിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് അവരുടെ പ്ലേയേഴ്സിൻ്റെ കോൺട്രാക്റ്റ് എല്ലാം എക്സ്പയർ ആയെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവരത് റിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തായാലും അവർ കോൺട്രാക്റ്റ് ഒന്നും റിന്യൂ ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡ്യൂറൻ കപ്പും വളരെ അടുത്ത് വന്നിട്ട് ഒരു കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തില്ല. എല്ലാവരെയും താങ്ക് യു പോസ്റ്റ് അവർ വിട്ടിട്ടുണ്ടായത് 4 താരങ്ങളെയാണ് താങ്ക് യു പോസ്റ്റ് വിട്ടിരിക്കുന്നത്. ഫ്രാൻ, ലമേല, ജോർഡൻ, പീറ്റർ ഹാഡ്ലി തുടങ്ങിയ താരങ്ങളെയാണ് അവർ ഒഴിവാക്കിയിരിക്കുന്നത്. എനിക്കൊന്ന് മരിയോ ബാർക്കി അവർ നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അതൊരു നല്ല തീരുമാനം തന്നെയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അവർ ലീഗ് ഷീൽഡ് അവർ ഐ ലീഗ് അടിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. കാരണം ഇന്റർകാശി അവർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഗ്രാസ് റൂട്ടിലാണെങ്കിലും ഫോറിൻ താരങ്ങളിലാണെങ്കിലും എല്ലാത്തിലും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് അവർ ചെയ്യുന്നുണ്ട്. സോ ഉറപ്പായിട്ടും ഇതിനെക്കാട്ടി മികച്ച താരങ്ങൾ വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെർജിയോ ലാമസ് എന്ന് പറയുന്ന സ്പാനിഷ് താരത്തെ നമ്മുടെ ഗോകുലം കേരള FC സൈൻ ചെയ്തിരിക്കുകയാണ്. അത് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെൻട്രൽ മിഡ്ഫീൽഡും കളിക്കും, അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡും കളിക്കും. എന്തായാലും അത്യാവശ്യം നല്ലൊരു താരം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അവസാനമായി കളിച്ചത് ബൊളീവിയൻ ഫസ്റ്റ് ടയർ ലീഗിലാണ്. അതിന് മുമ്പൊക്കെ സ്പാനിഷ് തേർഡ് ടയർ, ഫോർത്ത് ടയർ അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ട്. സോ ഒരു ഐ ലീഗിന് ചേരുന്ന ഒരു പ്ലെയർ എന്ന് തന്നെ പറയണം. അത്യാവശ്യം നല്ല സൈനിങ് ആണ്. 1.6 crore മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു താരം കൂടിയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇതൊരു ആരാധകൻ IFTCWയോട് ഇനിയും എന്തെങ്കിലും ഡൊമസ്റ്റിക് സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് വരാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് ഒരു ഷില്ലോങ് ലജോങ് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. സോ ഒരു ഷില്ലോങ് ലജോങ് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്തായാലും ആരായിരിക്കും ആ ഒരു താരമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.